കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഓഫീസിൽ വിളക്ക് കത്തിക്കുന്നവർ അറിയേണ്ട. ഇപ്പോൾ നമുക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച് ധാരാളം വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓഫീസിൽ വിളക്ക് കത്തിക്കാൻ മിക്കവരും വിളക്ക് കത്തിക്കാറുണ്ട്. അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ എപ്പോഴും ശുഭകരമായിട്ടുള്ള ദിക്ക് വേണം നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട്. വിളക്ക് കത്തിക്കാൻ രണ്ട് സ്ഥാനങ്ങൾ ഉത്തമമായിട്ട് പറയുന്നത്, വളരെ ഉത്തമമായിട്ട്. ഒന്നുകിൽ കന്നിമൂല, തെക്ക് പടിഞ്ഞാറേ മൂല, അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂല ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നുണ്ട്. മധ്യമമായിട്ട് നമുക്ക് വടക്ക് പടിഞ്ഞാറേ മൂല എടുക്കാറുണ്ട്. അത്ര ശുഭകരമല്ല എങ്കിലും നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ കത്തിക്കാന്നുള്ളതേ ഉള്ളൂ വടക്ക് കിഴക്കേ ദിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനീ പറഞ്ഞ തെക്ക് പടിഞ്ഞാറേ മൂലയും തെക്ക് കിഴക്കേ മൂലയും ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ചെറിയൊരു പൂജാമുറി പറ്റുമെങ്കിൽ ഈ ചെറിയ പൂജാമുറിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വല്ലതും വെച്ച് നമുക്ക് പൂജാമുറി സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ദേവന്മാരുടെയും ഫോട്ടോ വെക്കണമെന്നില്ല. നമുക്ക് ഇഷ്ടദേവതയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ജാതകാൽ ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവാധിപനെയൊക്കെ ആയിട്ട് അതുപോലെ ഉപാസനാ സ്ഥാനമൊക്കെ നമുക്ക് ജാതകം നോക്കി അറിയാം. അപ്പം അങ്ങനെ നമ്മൾ ഏത് ദേവതയെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് നോക്കി ആ ദേവതയുടെ ഫോട്ടോയോ എന്തെങ്കിലും രൂപങ്ങൾ വെക്കാതിരിക്കുന്ന നല്ലത്. ഫോട്ടോ വെക്കാം, ഫോട്ടോ വെക്കുന്നത് യാതൊരു തെറ്റുമില്ല. ഫോട്ടോ വെച്ച് നമുക്ക് വിളക്ക് കത്തിക്കാം. വിളക്ക് കത്തിക്കാൻ മുമ്പായിട്ട് അവിടെല്ലാം വൃത്തിയാക്കണം. അതായത് നമ്മൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലമായാലും സ്ഥാപനമായാലൊക്കെ തൂത്ത് വൃത്തിയാക്കി വെള്ളമെങ്കിലും കുടഞ്ഞിട്ട് വേണം നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട്. നമ്മുടെ പരിമിതിയിൽ എല്ലാവർക്കും ഈ പറഞ്ഞ ഒരുപാട് സ്ഥലമൊന്നും കണ്ടുവന്ന് വരത്തില്ല. ഒന്നും പറ്റുന്നില്ല എങ്കിൽ ഒരു ചെറിയ തട്ട്, ഒരു ചെറിയ ഷെൽഫായാലും മതി. ആ തട്ട് പിടിപ്പിച്ചിട്ട് അതിൽ നമുക്ക് വിളക്ക് കത്തിക്കാം. വിളക്ക് കത്തിക്കുമ്പോൾ നെയ്വിളക്ക് കത്തിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത്. നെയ്വിളക്ക് പറ്റുന്നില്ല, ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ കൊണ്ട് നമുക്ക് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് കത്തിക്കുക. ചന്ദനത്തിരി ഉണ്ട്, ഒരു ചന്ദനത്തിരിയും കത്തിച്ച് വെക്കാം. പിന്നെ ചന്ദനത്തിരി ചേര് ഓരോ ഇതൊക്കെ കാണിക്കുന്ന കാണാം. ചന്ദനത്തിരി കത്തിച്ച് ഓരോ ദേവന്മാരുടെയും തലയ്ക്ക് ഒഴിയുക എന്ന് ഉദ്ദേശിക്കുന്ന നമുക്ക് ദേവന്മാർക്ക് ഒരിക്കലും ഈ പറഞ്ഞ ബാധാവിഷയങ്ങളില്ല. നമുക്ക് ദോഷങ്ങൾ ഒഴിവാവാനാണ് നമ്മൾ എപ്പോഴും ഒഴിയുന്നത്. ദേവന്മാർക്ക് ദോഷങ്ങളില്ല എന്നുള്ള അവസ്ഥ മനസ്സിലാക്കുക. ഈയിടെ ഞാൻ ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ, കുറ്റമായിട്ട് പറയുകയില്ല, അപ്പം അവിടെ ഒരു കെട്ട് ചന്ദനത്തിരി എടുത്ത് കത്തിച്ചിട്ട് അവിടുത്തെ മുതലാളിയാണെങ്കിൽ അവിടുത്തെ ഓരോ ഭഗവാന്മാരുടെ ഫോട്ടോയ്ക്ക് ഒഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കൊണ്ട് കത്തിച്ച് വെക്കുക. അപ്പോൾ ഒരു ചോദ്യമാണ്, കർപ്പൂരം ഒഴിയുന്നില്ല. കർപ്പൂരം ഒഴിയുന്ന ദേവന്മാരെയും ചിലപ്പോൾ സൗന്ദര്യമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആ ദേവന്മാർക്ക് ദൃഷ്ടിദോഷങ്ങൾ ബാധിക്കുക. ആ ദൃഷ്ടിദോഷങ്ങൾ ഒഴിയുന്നതിനാണ് നമ്മൾ കർപ്പൂരം ആരതിയായിട്ട് ഒഴിഞ്ഞ് ആ കർപ്പൂരത്തിലെ ചൈതന്യത്തിലെ അവരുടെയൊക്കെ സ്വാംശീകരിക്കുന്ന രീതിയിലാണ് കർപ്പൂരം ഒഴിയുന്നത്. അപ്പൊ അങ്ങനെ ചന്ദനത്തിരിക്കകത്തത് പറയുന്നില്ല. ചന്ദനത്തിരി ഒഴിഞ്ഞ് കത്തിക്കേണ്ട, ചന്ദനത്തിരി അല്ലാതെ കത്തിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതുപോലെ നമുക്ക് വീട്ടിലെ അശുദ്ധികൾ മിക്കവർക്കും ഉണ്ടാവും. വീട്ടിൽ അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് വീട്ടിലായാലും സ്ഥാപനത്തിലായാലും വിളക്ക് കത്തിക്കാതിരിക്കുക. അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വരുന്ന ആരെങ്കിലും സ്റ്റാഫുകൾ, പുരുഷന്മാരോ സ്ത്രീകൾ ആരെങ്കിലും ശുദ്ധമായിട്ടുണ്ടെങ്കിൽ അവർ വന്ന് അവർക്ക് വിളക്ക് കത്തിക്കാം. വീട്ടിൽ അശുദ്ധിയുള്ളപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നാമങ്ങളൊന്നും ജപിക്കേണ്ട എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിൽ ഓഫീസിൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴും രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ 2 നേരം കത്തിക്കുക. അല്ലെങ്കിൽ 2 നേരം പറ്റുന്നില്ല എങ്കിലും രാവിലെ തുറക്കുമ്പോഴെങ്കിലും നമുക്കത് കത്തിക്കണം. ചിലപ്പോൾ സന്ധ്യയ്ക്കൊക്കെ തിരക്കൊക്കെ ആയിരിക്കും, ചിലപ്പം സന്ധ്യയ്ക്ക് കച്ചവടം നടക്കുന്നത്, ആ സമയത്ത് കത്തിക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പം രാവിലെ എന്തായാലും മസ്റ്റായിട്ട് മറ്റ് അശുദ്ധികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കത്തിക്കാം. അത് തെറ്റില്ല. ഒരു 4 കുളിച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളാണെങ്കിൽ പറ്റില്ല, പുരുഷന്മാരാണെങ്കിൽ വീട്ടിൽ 4 കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5ാമത്തെ ദിവസം തൊട്ട് നമുക്ക് സ്ഥാപനത്തിൽ വിളക്ക് കത്തിക്കാം. സ്ഥാപനത്തിൽ വിളക്ക് കത്തിക്കുമ്പോൾ കുറച്ച് പുണ്യാവതല ശുദ്ധമാക്കിയിട്ട് വേണം നമ്മൾ വിളക്ക് പിന്നീട് ആരംഭിക്കാനായിട്ട്. അപ്പം ഓഫീസിൽ ആചരണങ്ങൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതുപോലെ സ്ഥാപനത്തിൽ ബിസിനസ് ഇല്ലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഉച്ച സമയത്തൊന്നും ആരും കാണത്തില്ല. ഈ സമയത്ത് നമുക്ക് ചന്ദ്രയെങ്കിലും കത്തിച്ച് വെച്ച് എന്തെങ്കിലുമൊക്കെ ഇഷ്ടദേവതാ മന്ത്രങ്ങൾ, അല്ലെ മഹാലക്ഷ്മി സ്തോത്രം, അങ്ങനെയുള്ള സ്തോത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നത് ജപിക്കാം. അതിൽ തെറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നുള്ളേ ഉള്ളൂ. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.